ഇന്ന് മോർണിംഗ് ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നതും ഫസ്റ്റ് കണ്ടത് പേളി മാണിയുടെ നയൻതാരയുടെ കൂടെയുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഹൈലൈറ്റ് വീഡിയോസാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. കാരണം എന്താണെന്നറിയോ, ഇറ്റ്സ് സ്റ്റോറി ടൈം. ഇന്ന് ടുഡേ ഐ തോട്ട്, ഞാൻ വിചാരിച്ചു കുറച്ച് റോ ആയിട്ട് സംസാരിക്കാം, ഗീവ് സം ലൈഫ് അപ്ഡേറ്റ്സ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ നീതു സോൾസ്കേപ്പ് തുടങ്ങിയത്, എന്താണ് എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ ഇത് തുടങ്ങാനുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് കം ടു ദ വീഡിയോ. വെൽക്കം ടു നീതു സോൾസ്കേപ്പ്. സോ ഞാനിന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് എണീറ്റത്. കാരണം എന്താണ്, പേളി മാണിയുടെ റീൽസിൻ്റെ വീഡിയോ കണ്ടു എന്നുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ രാത്രി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഭയങ്കര ഓഫായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങിക്കഴിഞ്ഞ് ഭയങ്കര കുറച്ച് ഡീമോട്ടിവേഷനൊക്കെ ആയിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ കണ്ടത് ഇതാണ്. വേറൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട്സിനും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഈ നീതു സോൾസ്കേപ്പ് തുടങ്ങാനുള്ള റീസണും എന്തൊക്കെയാണെന്നുള്ളത്. കാരണം എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് രണ്ട് പേരാണ്. ഒരെണ്ണം സ്റ്റീവ് ഹാർവി, ഒരെണ്ണം പേളി മാണി. ഇവർ കൊടുക്കുന്ന ആ ഒരു ഹൈപ്പും അവർ കൊടുക്കുന്ന ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു എനർജിയും മോട്ടിവേഷനൊക്കെ കണ്ടിട്ടാണ് എനിക്കിത് മോട്ടിവേറ്റ് ആയിട്ടുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവരുടെ രണ്ടൊരു വീഡിയോ ആണ്. കാരണം തമാശയുള്ള സ്ഥലത്ത് തമാശയുണ്ട്, സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവർ രണ്ടുപേരും കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് പേളിയുടെ വീഡിയോ തന്നെയാണ്. ഞാൻ എല്ലാവർക്കും അറിയാം, ഡൈ ഹാർട്ട് ഫാൻ ഓഫ് പേളി മാണി. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ D4 ഡാൻസ് തൊട്ട് ഞാൻ പേളിയുടെ ഭയങ്കര ഫാനാണ്. കാരണം എന്തൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ കാണും, ചിരിക്കും, തമാശ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ പേളിയുടെ ആസ് എ പേഴ്സൺ എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ആൾ മറ്റേ കോൺഫിഡൻസിനെ പറ്റിയൊക്കെ പെട്ടെന്ന് സ്റ്റേജിലൊക്കെ കയറി ഒറ്റയടിക്ക് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരാണ്. കാരണം ആസ് എ പേഴ്സൺ എനിക്ക് സ്റ്റേജ് ഫിയർ, ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരിയോട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്, ആ ഒരു മോട്ടിവേഷൻ, അത് കേൾക്കുമ്പോൾ ഉള്ളൊരു മോട്ടിവേഷൻ ഉള്ളത് എനിക്ക് ഭയങ്കര പേഴ്സണലി എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേളിയെ കാണാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ പേളീനെ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താണ്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കും. പനമ്പള്ളിയിലൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ മോള് വരുന്നുണ്ടോ നോക്കും. പനമ്പള്ളിയിലുണ്ട് പാനിപ്പൂരി കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ ഞാൻ നേരെ പനമ്പള്ളിയിലോട്ട് പോകും. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ മോൾസിൽ പോകും, കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ആലുവയിൽ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചി വിട്ട് ഞാൻ ദുബായിലോട്ട് വരാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ദുബായിലോട്ട് കാണാമെന്ന് വിചാരിച്ചപ്പം ഞാൻ ഇവിടെ വന്ന് ബിസി ആയപ്പോഴത്തേക്ക് പേളി ദുബായിൽ എത്തിയിട്ടുണ്ടെന്നുള്ള യൂട്യൂബ് വീഡിയോ കാണുന്നത് ഇവിടെ തിരിച്ച് നാട്ടിലെത്തിയ ശേഷമായിരിക്കും ഞാൻ അറിയണം. അങ്ങനെ ഇവിടെ വെച്ചിട്ടും കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ സ്റ്റീവ് ഹാർവി, ഞാൻ ദുബായിൽ വരുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം ഇവിടുത്തെ എക്സ്പോയിൽ ആൾ വന്ന് പോയിട്ടുണ്ട്. ആൾ നിന്നിട്ടുള്ള സ്റ്റേജിലൊക്കെ ഞാൻ പോയൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട് എക്സ്പോയിൽ. അവിടെ പോയി നിന്നൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് പണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത്. ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ അങ്ങനെ ബിഗ് ബോസ് കാണുന്ന ഒരാളായിരുന്നില്ല. ഞാൻ ഏറ്റവും ആദ്യം ബിഗ് ബോസ് കാണുന്നത് പേളിയുടെ സീസണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കാണാൻ തുടങ്ങി. പക്ഷേ അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം ഞാൻ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞത്. അതായത് എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ട് കാണുന്ന ആൾക്കാർ വിഷമിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. എനിക്കത് ഒട്ടും പറ്റില്ല. പേളി എൻ്റെ അകത്ത് ഓരോ പ്രാവശ്യം കരയുമ്പോഴും വിഷമിക്കുമ്പോഴൊക്കെ എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കുറേ ദിവസം കാണാതെ അടച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര ഒരു നെഞ്ചെടുപ്പും വിഷമമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കും, എന്തിന് പേളിക്ക് ഇങ്ങനെയൊക്കെ സ്വത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് ഞാൻ അതിനുശേഷം വേറെ ഒരു സീസണും കണ്ടില്ല. പിന്നെ കണ്ടിട്ടുള്ള അനുമോളുടെ സീസണാണ്. പിന്നെ ഒരു സീസണും ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് അത് കണ്ട ശേഷം എനിക്ക് മൊത്തത്തിൽ മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഏകദേശം അങ്ങനെയാണ്. ഞാൻ പുറമേ ഭയങ്കര ബോൾഡും ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഞാൻ അത്യാവശ്യം സെൻസിറ്റീവാണ്. ചില സമയത്ത് ഞാൻ എൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് പ്രകടിപ്പിക്കും. റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം കരയണമെങ്കിൽ കരയെല്ലാം ചെയ്യും. പക്ഷേ പുറത്ത് വെച്ചിട്ട് ആ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ കാണിക്കാറില്ല. പൊസസീവാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പൊസസീവാണ്, സെൻസിറ്റീവാണെന്ന് വെച്ചാൽ സെൻസിറ്റീവാണ്, എല്ലാം ആണ്. അപ്പോൾ എനിക്ക് ആളുടെ ക്യാരക്ടർ ഏകദേശമൊക്കെ മനസ്സിലായി. എന്തുകൊണ്ടാണ് ആൾ പെട്ടെന്ന് കരയണേന്നും എന്തുകൊണ്ടാണ് ആൾ പെട്ടെന്ന് ഇമോഷണൽ ആണെന്നുള്ളതൊക്കെ എനിക്ക് ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനും അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളാണ്. സന്തോഷമെങ്കിൽ എക്സ്ട്രീം സന്തോഷം, കരച്ചിലെങ്കിൽ ഭയങ്കര കരച്ചിൽ, പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ എക്സ്ട്രീം പൊസസീവ്നെസ്, ദേഷ്യമാണെങ്കിൽ എക്സ്ട്രീം ദേഷ്യം എല്ലാം കാണും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്ക് പേളിയുടെ ഒരു ഹേട്രഡ് വന്നത്. അതായത് നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു സ്ട്രൈക്ക് വന്ന സമയത്ത് പേളിയുടെ ഏതോ ആ ഒരു പോസ്റ്റ് ഭയങ്കര വിവാദമായതും ഹേറ്റ്രഡും വന്നതുമൊക്കെ അതും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ പേളിയുടെ ഫാനാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. കണ്ട ആൾക്കാരൊക്കെ തന്നെ മുഖം പുറത്തു വന്നത് കണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലായിടത്തും സൈലൻ്റ് ആയിട്ടിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കുറേ പേര് അൺഫോളോ ഒക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം മനുഷ്യരായ മിസ്റ്റേക്സ് ഉണ്ടാക്കും. ഇപ്പം ഞാനാണെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരായാലും ഒരു തെറ്റൊക്കെ പറ്റും. നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുടെ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാനല്ലേ നോക്കാം.
ക്ലാരിഫൈ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആളെ എനിക്ക് അത്ര അറിയാം. അപ്പോൾ ആളുടെ ഭാഗത്ത് ഓക്കെ മിസ്റ്റേക്ക് വന്നു, ചിലപ്പോൾ ആളുടെ സൈഡിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആളുടെ ഫുൾ പോസ്റ്റ് വായിച്ചു. ഈ ചിലപ്പോൾ ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ആ പോസ്റ്റ് മൊത്തം വായിച്ചിട്ടും ഉണ്ടാവില്ല. ഒരു പേജല്ല, 2-3 പേജ് എൻ്റെ അത് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഫസ്റ്റ് പേജ് വായിച്ചിട്ട് ജഡ്ജ് ചെയ്ത ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം ഞാൻ മൊത്തം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായി ആൾ ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം വേറെ ഒന്നും ചിന്തിച്ചില്ല. ആൾക്കാരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരെ നല്ല ആൾക്കാർക്കൊന്നും പറ്റില്ല അങ്ങനെ മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷെ ആളത് ഇങ്ങനെ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചില്ല. അപ്പം എനിക്കറിയാം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കത്തി. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഹേറ്റഡോ കാര്യങ്ങളൊന്നും വന്നില്ല. ഓക്കെ, മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആൾ വന്നും പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഞാനിപ്പോൾ കണ്ടുവരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഒരാളെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുമെങ്കിൽ ആ ആളുടെ ഭാഗത്തു നിന്ന് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഹൈപ്പൊക്കെ മാറിയത് ഫുൾ നെഗറ്റിവിറ്റി, ഹേറ്റഡ് സ്പ്രെഡാവും. ആ ആൾ ഒതുങ്ങി കഴിഞ്ഞ് പിന്നെ കുറച്ച് നല്ലൊരു കാര്യം ചെയ്യും, പിന്നെയും പറയും അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ഒരാൾ ചെയ്യുന്ന ഒരാളല്ല എന്നിട്ട് പിന്നെയും ഒരു ഹേറ്റഡ് മാറി ഒരു സ്നേഹത്തിലോട്ട് പോകും. പിന്നെ ഒരാഴ്ച ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അവളെ സംസാരിച്ചുകൊണ്ടിരിക്കും, പിന്നെ അടുത്തൊരു ടോപ്പിക് കിട്ടുമെങ്കിൽ ആൾക്കാരത് മറന്നിട്ടങ്ങ് പോകും. അതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. ജെനുവൻലി സ്പീക്കിംഗ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് അതാണ്. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചു ഓക്കെ, ആളുടേതായ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആളുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോയും ഞാൻ കണ്ടു, അതിനെയും ഒരുപാട് പേര് കളിയാക്കി. എന്നിട്ടും ഞാൻ തളർന്നില്ല. ഞാൻ ഇതൊരു അൺഫോളോ ചെയ്യാൻ നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ കണ്ടപ്പോൾ ഹാപ്പി, നയൻതാരയുടെ കൂടെയുള്ള ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഹാപ്പി ആയെന്നുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ തന്നെ ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഈ സിറ്റുവേഷൻ വന്നിട്ട് ആൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് ഇത്ര ഹേറ്റഡ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഒന്നെങ്കിൽ ഒറ്റയ്ക്കിരിക്കുകയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇരുന്ന് വിഷമിക്കുകയോ കാര്യം എന്തോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ല ഞാൻ പറയുന്നില്ല, കാരണം ആളും സെൻസിറ്റീവാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു ആ എനർജി ഉണ്ടല്ലോ, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, നമ്മളിനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ ആളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയി ഹാപ്പി ആയിട്ട് ബബ്ലി ആയിട്ടിരുന്ന വീഡിയോ ചെയ്യണ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ഭയങ്കര മോട്ടിവേഷൻ വന്നു. ഓക്കെ, ഇത്രയും ഫോളോവേഴ്സും ഇത്രയും ഫാൻസും ഒക്കെ ഉള്ള ഒരാൾ ഇത്രയും ആളെ ഹേറ്റഡ് തകർക്കാൻ രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലും പറഞ്ഞിട്ട് തളരാതെ പിന്നെയും പഴയ പോലെ എനർജറ്റിക് ആയിട്ട് വന്നിട്ട് ആ വീഡിയോ ചെയ്യണം കണ്ടപ്പം എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കാരണം എനിക്കൊരു പ്രൗഡ് ഫീലായിരുന്നു. കാരണം ആൾ തന്നെ പേഴ്സണലി ഒരു എക്സാമ്പിളായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഒരിടത്തും തളർന്നു പോകാൻ പാടില്ല, നമ്മൾ കയറി വരാൻ തന്നെ ചെയ്യണം, നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ പോലെയാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇൻ്റർവ്യൂവിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പേർലിയുടെ ആ ഒരു സൈഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്തത്. ദാറ്റ്സ് വൈ ഐ കോൾ ഹർ ആസ് മൈ റോൾ മോഡൽ, അല്ലെങ്കിൽ ദാറ്റ്സ് ദ റീസൺ വൈ ഐ അഡ്മയർ ഹർ ദ മോസ്റ്റ്. അല്ലെങ്കിൽ ഷീ ഈസ് എ വെരി ഗുഡ് ഇൻസ്പയറിംഗ് പേഴ്സൺ. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് ആൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. പിന്നെ എനിക്കിതൊരു പേർലിനെ കാണാൻ പറ്റിയിട്ടില്ല, എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതേപോലത്തെ കുറച്ച് കണ്ടൻറ്റ്സ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മോട്ടിവേഷണൽ വീഡിയോസ്, അല്ലെങ്കിൽ സ്റ്റോറീസ് പറയുക, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും കുറച്ച് ഹാപ്പിനെസ് പറയുക, ലൈഫിലുണ്ടായ കുറച്ച് മോട്ടിവേഷണൽ കാര്യങ്ങൾ, തകർന്നു പോയ നിമിഷങ്ങളും, പിന്നെ അതിൽ ഞാൻ എന്തൊക്കെ പഠിച്ചു, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എനിക്ക് എന്തൊക്കെ ഞാൻ സെൽഫായിട്ട് ഡെവലപ്പായി, എന്തൊക്കെ ഡിസ്കവറി ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.